ശ്ലോമോ ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് സങ്കീർത്തനം 118-15 വാക്യമാണ്. നീതിമാന്മാരുടെ കൂടാരത്തിൽ മൗത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദം എന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. The song of glory and salvation in the tabernacle of the righteous, the Holy Spirit through David did sing. നീതിവാന്മാരുടെ ഭവനങ്ങളിൽ സ്തുതിയുടെയും രക്ഷയുടെ ശബ്ദമുണ്ട് എന്ന് എന്തുകൊണ്ട് ദാവീദ് ദീർഘദർശിക്ക് പരിശുദ്ധാത്മാവിൽ കീർത്തിക്കുവാൻ സാധിച്ചു എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്രകാരം ദാവീദിലുണ്ടായ ആത്മീക നടത്തിപ്പിന് 7 കാരണങ്ങളാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സീക്കിംഗ് ദ ഡിവൈൻ ഡയറക്ഷൻ. 2 ശമൂവേൽ 2:1 ഒന്നാമതായിട്ട് ദാവീദ് പോകേണ്ട വഴിയെക്കുറിച്ച് ദൈവത്തോട് ചോദിച്ചു. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് പോയി. 2 ശമൂവേൽ 2:1 ഞാൻ പറഞ്ഞുവല്ലോ. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: അനന്തരം ദാവീദ് ദൈവമായ കർത്താവിനോട്, ഞാൻ യഹൂദ്യ നഗരങ്ങളിൽ ഒന്നിലേക്ക് ചെല്ലണമോ എന്ന് ചോദിച്ചു. ദൈവം അവനോട് ഹെബ്രോനിലേക്ക് പോവുക എന്ന അരുൾപ്പാട് ലഭിച്ചു. ദാവീദിൻ്റെ പ്രാർത്ഥനകളിൽ നിറഞ്ഞു നിൽക്കുന്നത് താൻ പോകേണ്ടുന്ന വഴികളെ കാണിച്ചു തരണമേ എന്നാണ്. സത്യത്തിൽ ഓരോ വിശ്വാസിയും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ദൈവത്തോട് നമ്മളുടെ വഴികളെക്കുറിച്ച്, നമ്മൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ചോദിക്കേണ്ടതാണ്. സങ്കീർത്തനം 25-5 വാക്യത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നതും ചോദിക്കുന്നതും ഇപ്രകാരമാണ്: ദൈവമേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരയണമേ, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ എന്നാണ്. ഫെലിസ്ത്യരുമായിട്ടുള്ള യുദ്ധത്തിന് പോകുമ്പോൾ ദാവീദ് രാജാവ് ദൈവത്തോട് അരുൾപ്പാട് ചോദിക്കുന്നത് 1 ദിനവൃത്താന്തം 14:14 പറയുന്നുണ്ട്. അതിപ്രകാരമാണ്: ദാവീദ് പിന്നെയും ദൈവത്തോട് അരുൾപ്പാട് ചോദിച്ചപ്പോൾ ദൈവം ദാവീദിനോട് അവരുടെ പിന്നാലെ ചെല്ലാതെ അവരെ വിട്ടുപിരിഞ്ഞ് വാക്കാവൃക്ഷങ്ങൾക്കെതിരെ അവരുടെ നേരെ ചെല്ലുക. ദൈവഭക്തിയുടെ ലക്ഷണമാണ് ഒരു വ്യക്തി എന്ത് ചെയ്താലും എവിടെ പോയാലും മുന്നമേ ദൈവത്തോട് പ്രാർത്ഥിച്ച് സമർപ്പിക്കുക എന്നുള്ളത്. മുമ്പേ അവൻ്റെ രാജ്യനീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ നിങ്ങൾക്ക് എല്ലാം കിട്ടുമെന്നാണ് കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തിരിക്കുന്നത്. ദാവീദ് രാജാവ് എപ്പോഴും ഈ കാര്യത്തിൽ തീക്ഷ്ണതയുള്ള വിശ്വാസിയായിരുന്നു. എന്നെ കേൾക്കുന്നവർ ദാവീദ് രാജാവ് ചെയ്തതുപോലെ ഏത് കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് ദൈവത്തോട് ചോദിച്ച് ചെയ്യുന്നത് അനുഗ്രഹമായിരിക്കും. രണ്ടാമതായിട്ട് ദാവീദ് ചെയ്തത് എന്താണ്? എതിർപക്ഷത്തുള്ളവരെയും ശത്രുക്കളെയും വളരെ സ്നേഹിച്ചും ആദരിച്ചുമിരുന്നു. ഹി റെസ്പെക്റ്റഡ് ആൻഡ് ലവ്ഡ് ഹിസ് റൈവൽ. ദാവീദ് രാജാവ് ശൗലിൻ്റെ കുടുംബവുമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യുദ്ധത്തിൽ ദാവീദ് വിജയിച്ചുവെങ്കിലും ശൗലിൻ്റെ കുടുംബത്തെയോ ശൗലിൻ്റെ പടനായകനെയോ ആരെയും ഉപദ്രവിക്കാതെ ഇരുന്നു. എന്നാൽ ദാവീദിൻ്റെ കൂടെയുള്ള പല പടനായകന്മാരും ദാവീദിനെ പോലെ മനസ്സാക്ഷിയുള്ളവരായിരുന്നില്ല. അവർ വളരെ ക്രൂരന്മാരായിരുന്നു.
ദാവീദിനറിയാതെ, ദാവീദിന് അറിവിടാതെ അവരെ പല ക്രൂരമായ കാര്യങ്ങളും ചെയ്തിരുന്നു. അതിലൊരു സംഗതി എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ശൗലിൻ്റെ ഒരു മകനായ ഈശ്ബോശേത്ത് ദാവീദ് രാജാവിനെ ഭയന്ന് വീട്ടിൽ നിന്നും ഇറങ്ങാതെ കഴിയുകയായിരുന്നു. ഒരു ദിവസം ഈശ്ബോശേത്ത് ഉറങ്ങിക്കിടക്കുമ്പോൾ ദാവീദിൻ്റെ 2 പടനായകന്മാർ വളരെ ഉപായത്തിൽ കളത്തിൽ കൂടി കോതമ്പെടുക്കുവാൻ വരുന്ന ഭാവത്തിൽ മെതിക്കളത്തിലൂടെ അകത്ത് കയറി ഉറങ്ങിക്കിടന്ന ഈശ്ബോശേത്തിൻ്റെ കുത്തിക്കൊന്ന് അയാളുടെ തല വെട്ടിയെടുത്തു. ഒരു രാത്രി മുഴുവനും ആരാബായ പാളയത്തിൽ കൂടി ഈശ്ബോശേത്തിൻ്റെ തല പ്രദർശിപ്പിച്ച് പിറ്റേ ദിവസം ദാവീദിന് മുമ്പിൽ കൊണ്ടുവന്നു. അവർ വിചാരിച്ചു ദാവീദിന് വളരെ സന്തോഷം ഉണ്ടായിട്ട് ഇവരെ കൂടുതൽ സ്നേഹിക്കുമെന്ന്. എന്നാൽ അവർക്ക് തെറ്റിപ്പോയി. ദാവീദ് അവരോട് പറഞ്ഞതും പ്രവർത്തിച്ചതും 2 ശമൂവേൽ 4-ാം 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. ഒരുവൻ താൻ ശുഭവാർത്ത കൊണ്ട് വന്നു എന്ന് വിചാരിച്ച് ശൗൽ മരിച്ചുപോയി എന്ന് എന്നെ അറിയിച്ചപ്പോൾ ഞാൻ അവനെ പിടിച്ച് സിക്ലാഗിൽ വച്ച് കൊന്നുകളഞ്ഞു. ഇതായിരുന്നു ഞാൻ അവൻ്റെ വാർത്തയ്ക്ക് നൽകിയ പ്രതിഫലം. എങ്കിൽ ദുഷ്ടന്മാർ ഒരു നീതിമാനെ അവൻ്റെ വീട്ടിൽ കയറി ചെന്ന് ഉറങ്ങിക്കിടന്ന കിടക്കയിൽ വച്ച് കൊലപ്പെടുത്തിയാൽ ഞാൻ നൽകുന്ന പ്രതിഫലം എത്രയധികമായിരിക്കും. ഞാൻ അവൻ്റെ രക്തം നിങ്ങളോട് ചോദിച്ച് നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയാതിരിക്കുമോ? പിന്നെ ദാവീദ് തൻ്റെ ആളുകൾക്ക് കൽപ്പന കൊടുത്തു. ആ 2 പേരെയും കൊന്ന് കാലുകൾ വെട്ടി ഹെബ്രോനിലെ കുളത്തിനരികെ തൂക്കിക്കളയുക എന്ന് പറഞ്ഞു. ഈശ്ബോശേത്തിൻ്റെ തല അവർ എടുത്ത് ദാവീദിൻ്റെ നിർദ്ദേശപ്രകാരം ഹെബ്രോനിൽ വളരെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി ശൗലിൻ്റെ പടനായകനായിരുന്ന അബ്നേരിൻ്റെ ശവക്കുഴിക്ക് അടുത്ത് തന്നെ അടക്കം ചെയ്തു. അദ്ദേഹത്തെ ആദരിച്ചു, ബഹുമാനിച്ചു. ശൗൽ ദാവീദിൻ്റെ ബദ്ധശത്രുവായി പെരുമാറിയപ്പോഴും ദാവീദ് രാജാവ് ശൗൽ രാജാവിനെയും ആ കുടുംബത്തെയും വളരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ തൻ്റെ ശത്രുക്കളോട് ക്രൂശിൽ കിടന്നുകൊണ്ട് ക്ഷമിച്ചു. ക്രിസ്തുവിനെ ദാവീദ് പുത്ര എന്ന് വിളിക്കുന്നതിൻ്റെ ഒരു കാരണം ദാവീദ് ശത്രുക്കളോട് ക്ഷമ കാണിച്ചിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. മൂന്നാമതായിട്ട് ദാവീദ് തൻ്റെ എല്ലാ നന്മയുടെയും ഉന്നതിയുടെയും കാരണം ദൈവത്തിൻ്റെ വലിയ നടത്തിപ്പായി വിശ്വസിച്ചു പോന്നിരുന്നു. He strongly believed that his promotion had come from God. 2 ശമൂവേൽ 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ദാവീദ് രാജാവ് ചെയ്ത ഇപ്രകാരമാണ്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് തന്നോടുകൂടി ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായിത്തീർന്നു. ഇതിൻ്റെ പശ്ചാത്തലം എന്നത് ദാവീദ് രാജാവിൻ്റെ ആദ്യത്തെ രാജകൊട്ടാരം ഹെബ്രോനിലായിരുന്നു. ദാവീദിനെ രാജാവായി വാഴിച്ച് ഹെബ്രോനിൽ ഇരുന്നപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗികമായ സഹകരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ശൗൽ രാജാവിൻ്റെ മരണത്തിന് ശേഷം എല്ലാ ഇസ്രായേലും ഒരുമിച്ചുകൂടി ഹെബ്രോനിൽ ചെന്ന് ഇസ്രായേൽ വംശത്തിൻ്റെ ഐക്യകണ്ഠേനയുള്ള കൂറ് സ്നേഹവും ആദരവും ദാവീദ് രാജാവിനെ അറിയിച്ചു. അതിൻ പ്രകാരം യെബൂസ്യരുടെ ദേശമായ യെരൂശലേം ഇസ്രായേൽ പിടിച്ചെടുത്ത് ഹെബ്രോനിൽ നിന്നും രാജകൊട്ടാരം നേരെ യെരൂശലേമിലേക്ക് മാറ്റി. ദാവീദ് രാജാവ് യെരൂശലേമിൽ താമസിച്ചു. യെരൂശലേം ദാവീദിൻ്റെ പട്ടണമെന്ന് വിളിക്കപ്പെട്ടു. ഇതിൻ്റെ എല്ലാം കാരണഭൂതൻ ദൈവമായ കർത്താവ് ആണ് എന്ന് ദാവീദ് ഇസ്രായേലിനെ അറിയിക്കുകയായിരുന്നു. തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും എന്നാണ് കർത്താവായ യേശു തമ്പുരാൻ അരുൾ ചെയ്തിരിക്കുന്നത്. ദാവീദ് ദൈവസന്നിധിയിൽ എപ്പോഴും
തന്നെ തന്നെ താഴ്ത്തിയിരുന്നു. ആയതിനാൽ ദൈവം എല്ലായിടത്തും ദാവീദിനെ ഉയർത്തിക്കൊണ്ടിരുന്നു. നാലാമത്തെ ദാവീദിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഹിസ് ഹ്യൂമിലിറ്റി ഇൻ അട്രിബ്യൂട്ടിങ് ഹിസ് മിലിറ്ററി സക്സസ് ടു ഡിവൈൻ പവർ. യുദ്ധത്തിന്റെ വിജയ സാധ്യതയ്ക്ക് വേണ്ടി ദൈവശക്തിക്ക് വേണ്ടിയുള്ള സമർപ്പണമാണ്. 2 ശമൂവേൽ 5:20 ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു എന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ ദാവീദിനെ പിടിച്ചുകൊണ്ടുപോകുവാനായി ഫെലിസ്ത്യർ വന്നു. ദാവീദ് അത് കേട്ടപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു ചോദിച്ചു, ഞാൻ ഫെലിസ്ത്യരുടെ നേരെ പുറപ്പെടണമോ, അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ദൈവം ദാവീദിനോട്, പുറപ്പെടുക, ഞാൻ ഫെലിസ്ത്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ദൈവം അരുൾ ചെയ്തു. അപ്രകാരം ദാവീദ് ബാൽ പെരാസിൽ ചെന്നു. അവിടെ വെച്ച് ദാവീദ് ഫെലിസ്ത്യരെ തോൽപ്പിച്ചു. വെള്ളച്ചാട്ടം പോലെ ദൈവം ദാവീദിന് മുമ്പിൽ ഫെലിസ്ത്യരെ തകർത്തു കളഞ്ഞു. ആ യുദ്ധം സാക്ഷാൽ ദാവീദല്ല, ദൈവമാണ് ദാവീദിനു വേണ്ടി യുദ്ധം ചെയ്തത്. അതുകൊണ്ട് ആ സ്ഥലത്തിന് ബാൽ പേരാസീം എന്ന് പേർ വിളിക്കപ്പെട്ടു. ഇവിടെ സത്യത്തിൽ ദാവീദിന് വേണ്ടി യുദ്ധം ചെയ്തത് ദൈവമായ കർത്താവായിരുന്നു എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. രാജ്യങ്ങൾ ഭരിക്കുന്ന ഭരണകർത്താക്കൾ ദൈവഭക്തിയുള്ളവരായി ദൈവാശ്രയത്തിൽ കൂടി ദൈവത്തോട് പ്രാർത്ഥിച്ച് പ്രവർത്തിക്കുമ്പോൾ ദൈവം ആ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കും. ദൈവാശ്രയമില്ലാത്ത ഭരണകർത്താക്കൾ ഭരിക്കുമ്പോൾ രാജ്യം നശിച്ചുകൊണ്ടിരിക്കും. 5-ാമത്തെ കാര്യമെന്ന് പറയുന്നത് ദ ആർക്ക് ഓഫ് ഗോഡ് ഈസ് ബ്രോട്ട് ടു ജെറുസലേം. ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ സാക്ഷ്യപെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവന്നു. 2 ശമൂവേൽ 6:1-5 വരെയുള്ള വാക്യങ്ങൾ. അത്യുന്നതനായ ദൈവത്തമ്പുരാൻ വസിക്കുന്ന സാക്ഷ്യപെട്ടകം തൻ്റെ പട്ടണത്തിലേക്ക് കൊണ്ടുവന്ന് സ്ഥാപിക്കുവാൻ ദാവീദ് കാണിച്ച വലിയ സന്തോഷം എന്നത് ദൈവത്തോടും ആരാധനയോടുമുള്ള ദാവീദിൻ്റെ കൂർവ്വ സ്നേഹവുമാണ്. സാക്ഷ്യപെട്ടകം ദാവീദ് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത് എങ്ങനെയെന്ന് 2 ശമൂവേൽ 6:1-5 പ്രകാരം പറയുന്നു. ദാവീദ് ഇസ്രായേലിൽ നിന്ന് സകല വിരതന്മാരുമായി 30,000 പേരെ കൂട്ടി വരുത്തി കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന നാമത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ ദാവീദും ഇസ്രായേൽ ഗൃഹമൊക്കെയും സകലവിധ വാദ്യമേളങ്ങളോടുകൂടെ ദൈവമുമ്പാകെ പരിശുദ്ധാത്മാവിൽ നൃത്തം ചെയ്തു. ഇവിടെ നാം ചിന്തിക്കേണ്ട കാര്യം, ദൈവത്തിൻ്റെ സാക്ഷ്യപെട്ടകം കൊണ്ടുവരുന്നതിൽ ദാവീദിൻ്റെ ഹൃദയത്തിലുള്ള സന്തോഷവും ആനന്ദവും പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തവണ്ണമായിരുന്നു. സാക്ഷ്യകൂടാരം എഴുന്നള്ളിച്ചു പോരുമ്പോൾ ദാവീദ് സന്തോഷം കൊണ്ട് നൃത്തം ചെയ്തു, ദൈവത്തെ സ്തുതിച്ചു, മഹത്വപ്പെടുത്തി. യഥാർത്ഥമായ ദൈവഭക്തിയുടെ ബാഹ്യമായ പ്രകടനമാണ് ദാവീദിൽ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ദാവീദ് ദൈവത്തെയും ദൈവം വസിക്കുന്ന ആലയത്തെയും സ്നേഹിച്ചു. 6-ാമത്തെ വലിയ കാര്യമെന്ന് പറയുന്നത് ഹിസ് ഡിസയർ ടു ബിൽഡ് എ ടെമ്പിൾ ഫോർ ഗോഡ്. ദൈവത്തിന് സ്ഥിരമായി വസിപ്പാൻ തക്കവണ്ണം ഒരാലയം പണിയണമെന്നുള്ള വലിയ ആഗ്രഹം ദാവീദിനുണ്ടായിരുന്നു. എന്നാൽ ദാവീദിന് ദൈവം ആലയം പണിയുവാൻ അനുവദിക്കാതെ തൻ്റെ മകനായ ശലോമോനിൽ കൂടി ദൈവം അത് നിവർത്തിച്ചു. 2 ശമൂവേൽ 7:12 നിന്റെ ഉദരത്തിൽ നിന്നും പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരുടെ കൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവൻ്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. അവൻ എൻ്റെ നാമത്തിനൊരാലയം പണിയും. ദാവീദ് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചത് ദൈവത്തമ്പുരാൻ തൻ്റെ മകനിൽ കൂടി പ്രവർത്തിച്ചു. പലപ്പോഴും നമ്മുടെ നല്ല നല്ല ആഗ്രഹങ്ങൾ പ്രാർത്ഥനകളും പൂർത്തീകരിക്കപ്പെടുന്നത് നമ്മുടെ വരും തലമുറകളിൽ കൂടിയാണ്. നമ്മൾക്ക് സാധിക്കാതെ പോയത്
ദേവനമ്പുരാൻ നമ്മുടെ മക്കൾ കൂടി പൂർത്തീകരിക്കും. ഏഴാമത്തെ കാരണം, ഡേവിഡ്സ് കൈൻഡ്നെസ് ടു ദ സൺ ഓഫ് യോനാഥൻ. യോനാഥിൻ്റെ മകനോട് ദാവീദ് കാണിച്ച വലിയ കരുണയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദാവീദിൻ്റെ ബാല്യകാലം മുതലെയുള്ള ആത്മാർത്ഥ സുഹൃത്തായിരുന്നു ശൗൽ രാജാവിൻ്റെ മകനായ യോനാഥൻ. ശൗൽ രാജാവ് ദാവീദിനെ കൊല ചെയ്യാൻ വേണ്ട ഒരുക്കങ്ങൾ നടത്തുമ്പോൾ ഒക്കെയും അതിൽ നിന്നും രക്ഷപ്പെടുവാൻ സഹായിച്ചുകൊണ്ടിരുന്നത് യോനാഥനായിരുന്നു. യോനാഥൻ സ്വന്തം പ്രാണനെ പോലെ ദാവീദിനെ സ്നേഹിച്ചു. 1 ശമൂവേൽ 20:17 പറയുന്നുണ്ട്. ഫെലിസ്ത്യരുമായിട്ടുള്ള യുദ്ധത്തിൽ യോനാഥനും ശൗൽ രാജാവും മരിച്ചുപോയി എന്ന വാർത്ത കേട്ടപ്പോൾ ഒരു ദിവസം മുഴുവനും ദാവീദ് വിലപിച്ച് കരഞ്ഞുകൊണ്ട് ഉപവസിച്ചു. 2 ശമൂവേൽ 1:13 കാണാം. മാത്രമല്ല, യോനാഥിനെക്കുറിച്ച് വിലാപഗീതം ചൊല്ലി. അവൻ യഹൂദ മക്കളെ ഈ ധനൂർ ഗീതം അഭ്യസിപ്പാൻ കൽപ്പിച്ചു. ഗീതത്തിൻ്റെ അവസാന ഭാഗം ഇപ്രകാരമാണ്: യോനാഥിനെ, എൻ്റെ സഹോദര, നിന്നെ ചൊല്ലി ഞാൻ ദുഃഖിക്കുന്നു. നീ എനിക്ക് അതിവത്സലൻ ആയിരുന്നു. 2 ശമൂവേൽ 1-19 മുതൽ 26 വരെയുള്ളത് ഈ യോനാഥിനെക്കുറിച്ചുള്ള വിലാപഗീതം ദാവീദ് എഴുതി പാടി പ്രാർത്ഥിച്ചതാണ്. ദാവീദ് സ്വന്തമായി എഴുതി പാടി പഠിപ്പിച്ച വിലാപമാണത്. ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായി വാഴിക്കപ്പെട്ടപ്പോൾ ഒന്നാമതായി ചെയ്തത് യോനാഥിൻ്റെ നിമിത്തം ദയ കാണിക്കുന്നതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നോ എന്ന് അന്വേഷിച്ചു. യോനാഥിനൊരു മകനുണ്ടെന്നും അവന് 2 കാലിന് സ്വാധീനമില്ലാത്ത മുടന്തനാണെന്നും അവൻ്റെ പേർ മെഫീബോസെത്താണ് എന്നും ദാവീദ് രാജാവിൻ്റെ അന്വേഷണത്തിൽ നിന്നും മെഫീബോസെത്തിൻ്റെ ഭൃത്യനായ സീബ വഴി വിവരം ലഭിച്ചു. തൽക്ഷണം മെഫീബോസെത്തിനെ ദാവീദ് രാജാവ് തൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. മെഫീബോസെത്തിനോട് ദാവീദ് രാജാവ് കൽപ്പിച്ചു: നിന്റെ പിതാവായ യോനാഥൻ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു. നിന്റെ വലിയപ്പച്ചനായ ശൗൽ രാജാവിൻ്റെ ഭൂമിയൊക്കെയും സ്വത്തുക്കളൊക്കെയും നിനക്ക് മടക്കിത്തരുന്നു. നീയോ നിത്യവും എൻ്റെ മേശയെങ്കിൽ നിന്നും ഭക്ഷണം കഴിച്ചു കൊള്ളണം എന്ന് കൽപ്പിച്ചു. 2 ശമൂവേൽ 9:7 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ശൗൽ രാജാവിൻ്റെ സകല കുടുംബ വക സ്വത്തുക്കളും ദാവീദ് മെഫീബോസെത്തിന് തിരിച്ചു കൊടുക്കുകയും സ്വന്തം മകനെ പോലെ ദാവീദ് തൻ്റെ കൊട്ടാരത്തിൽ 2 കാലും വയ്യാത്ത മെഫീബോസെത്തിനെ സംരക്ഷിച്ചു പോന്നു. തൻ്റെ കൂടെ നിന്നവരെയും തന്നെ സ്നേഹിച്ചവരെയും ദാവീദ് രാജാവായപ്പോൾ അവരെ മറന്ന് കളഞ്ഞില്ല. പിന്നെയോ കൂടുതലായി അവരെയെല്ലാം സ്നേഹിച്ചു കരുതി. ദൈവസന്നിധിയിൽ ഏറ്റവും പ്രീതികരമായ കരുണയാണ്. ദാവീദിനുണ്ടായിരുന്നത് ഈ ഒരു വലിയ ക്വാളിറ്റിയാണ്, കരുണ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നത് വിശുദ്ധ മത്തായി 5:7, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ കരുണയുണ്ടാകും. ഞാൻ നിങ്ങളോട് സംസാരിച്ചത് എന്തുകൊണ്ടാണ് നീതിമാന്മാരുടെ കൂടാരത്തിൽ മൗത്വത്തിൻ്റെയും രക്ഷയുടെ ശബ്ദമെന്ന പരിശുദ്ധാത്മാവിൽ ദാവീദ് പ്രാർത്ഥിച്ചത് എന്നായിരുന്നു. അതിന് ഉൾഫോൽഫലകമായ ദാവീദിലുണ്ടായിരുന്ന 7 ദൈവിക ഗുണങ്ങളെക്കുറിച്ചാണ് ഈ സമയം വരെ നിങ്ങളുമായി പങ്കുവച്ചത്. ആ 7 കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഒന്നാമത്തെ കാര്യം, സീക്കിംഗ് ദ ഡിവൈൻ ഡയറക്ഷൻ. രണ്ടാമത്തേത്, റെസ്പെക്റ്റഡ് ആൻഡ് ലവ്ഡ് ഹിസ് റൈവൽ. മൂന്നാമത്, he strongly believed that his promotion had come from God. 4, his humility in attributing his military success to divine power. 5, the ark of God is brought to Jerusalem.
6. He's a desire to build a temple for God. 7. His kindness to the son of Jonathan. മറ്റുള്ളവരുടെ ഭവനങ്ങളിലും ജീവിതത്തിലും നമ്മൾ ഉണ്ടാകുവാനും രക്ഷയുടെ അനുഭവം ഉണ്ടാകുവാനും ദാവീദിനെ പോലെ പരിശുദ്ധാത്മാ പ്രേരിതമായി പ്രാർത്ഥിപ്പാൻ നമുക്കും സാധിക്കട്ടെ എന്ന സമർപ്പണ പ്രാർത്ഥനയോടെ കർത്താവിൽ സ്നേഹപൂർവം പുത്തൂർക്കുടിൽ അച്ഛൻ.